ഹലോ വെൽക്കം ബാക്ക് ടു മിന്നൂസ് ഡയറി. സൺഡേ വൈകുന്നേരം ആവുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. സൺഡേ ആവുകൊണ്ട് പിന്നെ അറിയാലോ, ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീട്. ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ തന്നെ 2:30 ആയിട്ടോ സമയം. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 4 മണിയാകുമ്പോൾ തന്നെ ഇറങ്ങി. മാരേജിന് മുന്നേ ഞാൻ ആലുവയിലായിരുന്നല്ലോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ പോയതാണ് കേട്ടോ മറൈൻ ഡ്രൈവിലേക്ക്. പിന്നെ മാരേജിന് ശേഷം ഞങ്ങൾ പോയിട്ടേ ഇല്ല. ഞങ്ങൾ 2 വീലറിലായിട്ട് ഇറങ്ങിയത്, കാരണം ആ സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 2 വീലറൊക്കെ നമുക്ക് സൈഡിൽ കൂടെ ഒക്കെ ആയിട്ട് അങ്ങനെ നുഴഞ്ഞു പോകാമല്ലോ, അല്ലെങ്കിൽ ബ്ലോക്ക് പെട്ട് വലഞ്ഞു പോകും. ഓക്കെ, എന്നാൽ തന്നെ ഞങ്ങൾക്ക് ബ്ലോക്കൊന്നും അധികം കിട്ടിയില്ല. പിന്നെ ഒന്ന് ലുലു മോളിൻ്റെ അവിടെയും പിന്നെ ഒന്ന് എടപ്പള്ളി പള്ളിയൊക്കെ എത്താറായപ്പോഴും കൂടി ഒന്ന് ബ്ലോക്ക് കിട്ടിയായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഇടയ്ക്ക് വെയിൽ വരും, ഇടയ്ക്ക് നല്ല മഴ മൂടി വരും കേട്ടോ. ഈ മറൈൻ ഡ്രൈവിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരിക എന്താ അറിയോ, ഞാൻ ഫസ്റ്റ് ടൈം മറൈൻ ഡ്രൈവിലേക്ക് ആദ്യമായിട്ട് വന്നപ്പോഴാണെന്നറിയോ, +2 പഠിക്കുമ്പോൾ ഞങ്ങൾ ടൂർ വന്നു കോളേജിൽ നിന്ന്. അത് മറൈൻ ഡ്രൈവിലേക്കാണ് കേട്ടോ വന്നത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പോയ ടൂറും കൂടിയാണത്. ഞാൻ അങ്ങനെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നൊന്നും ടൂറൊന്നും പോയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ടൂർ പോയത് ഇവിടേക്കാണ്, എറണാകുളത്തേക്കാണ് വന്നത്. ആദ്യമായിട്ട് ഞാൻ ബോട്ടിൽ കയറുന്നത് ഇവിടെ മറൈൻ ഡ്രൈവിൽ നിന്നാണ് കേട്ടോ കയറുന്നത്. ഞങ്ങളുടെ എറണാകുളത്ത് ടൂർ വന്നിട്ട് ഞങ്ങൾ മെട്രോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറുന്നത്, ബോട്ടിൽ കയറുന്നതൊക്കെ ഞാൻ ഈ എറണാകുളത്ത് വന്നിട്ടാണ്, ട്രിപ്പിന് വന്നിട്ടാണ് ഫസ്റ്റ് ടൈം. ഞങ്ങളിവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സൺഡേ അല്ലേ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടു നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു. ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഇതിൽ പോസ്റ്റ് ചെയ്യാനേ. ഇപ്പോൾ എവിടെ പോയാലും വീഡിയോ എടുക്കണം നിർബന്ധമാണ് നമ്മൾ ഈ യൂട്യൂബിൽ തുടങ്ങുകൊണ്ട്. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൈനാപ്പിൾ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ എവിടെ പോവുകയാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കൊണ്ട് ഞാൻ തന്നെ ഏട്ടൻ വാങ്ങിക്കുള്ളൂ. ഏട്ടൻ പിന്നെ ഈ ഒരു സാധനം വാങ്ങിച്ചു. ഈ എരിവൊക്കെ പാടെ കഴിച്ചപ്പോൾ ഒടുക്കത്തെ ദാഹം. അപ്പോൾ എന്നാൽ ശരി ഒരു കുലുക്കി സർബത്ത് പറയാമെന്ന് പറഞ്ഞിട്ട് കുലുക്കി സർബത്തൊക്കെ വാങ്ങിച്ച് കുടിച്ചു. ഞാനും കുടിച്ചു, ഏട്ടനും കുടിച്ചു. എന്നാൽ ശരി പതുക്കെ വീട്ടിലേക്ക് ഇറങ്ങാൻ നോക്കാമെന്ന് പറയുമ്പോണ്ടോ നല്ല മഴക്കാറിങ്ങനെ ഇരുണ്ട് കൂടി വരിക കേട്ടോ. മറ്റേ ദ്രോണ സിനിമയിൽ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവം മാറാൻ തുടങ്ങി. എൻ്റെ മനസ്സ് പറയുന്നത് എന്തോ വലിയ ആപത്ത് വരാൻ പോണെന്ന് പറയില്ല, അതേപോലെ അതിന് മുന്നേ ഒരു കാറ്റ് വീശു കേട്ടോ. നല്ല പൊടിയൊക്കെ ഇവിടെ പാറിയിട്ട് ഇങ്ങനെ കൊടുങ്കാറ്റ് പോലൊരു കാറ്റ്. എനിക്ക് കണ്ണിക്കിനെ പൊടി പറട്ടെ. ഞാൻ അപ്പോഴും വീഡിയോ എടുത്തോ, നിങ്ങൾക്കത് കാണിച്ചു തരണമല്ലോ. നല്ലൊരു മഴ പെയ്തു കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം നീണ്ടു നിൽക്കണം, ഒരു 3/4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നൊരു മഴയായിരുന്നു. എന്നാൽ വാടാ ഈ മഴയെ തന്നെ നമുക്ക് അങ്ങോട്ട് വിട്ടാലോ എന്ന് എൻ്റെ കെട്ടിയവൻ പറഞ്ഞപ്പോൾ എന്നാൽ ശരിയാ, ഒന്നും നോക്കാനില്ല. നമ്മൾ രണ്ടുപേരുന്നല്ലേ ഹെൽമെറ്റും ഉണ്ട്, തലേന്ന് നനയില്ല. വേറെ സീനൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ എറണാകുളം മുതൽ ആലുവ വരെ ആ മഴ കൊണ്ടിട്ട് വന്ന് നല്ല ഗംഭീര മഴയായിരുന്നു. ഒരു തുള്ളി മഴ ഞങ്ങൾ പുറത്തേക്ക് കളഞ്ഞിട്ടില്ല, എല്ലാം ഞങ്ങൾ നൈസായിട്ട് കൊണ്ടിട്ടുണ്ട്. എന്തായാലും നല്ല വൈബായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറെ വീഡിയോയുടെ വീണ്ടും കാണാം. ബൈ.